നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരി മാസത്തിൽ ഏറ്റവും അധികം കൊടും ശൈത്യം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ പലയിടത്തും കൊടും ചൂട് അനുഭവപ്പെടുന്നതായിട്ടുള്ള വാർത്തകളും നമുക്ക് ലഭിക്കുകയാണ്. കേരളത്തിലടക്കം നമുക്കറിയാവുന്നതാണ് ഒട്ടും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത കാലാവസ്ഥ. എന്നാൽ ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ ആകട്ടെ വലിയൊരു ഭീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിശക്തമായ കാറ്റും മഴയും തന്നെയാണ് പെയ്തിറങ്ങുന്നത്. കാരണം ഇപ്പോൾ ശൈത്യകാലമായിരിക്കുന്നു, മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെയാണ് അതിശക്തമായ കാറ്റും മഴയും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. പല പ്രദേശങ്ങളും ഇനി വെള്ളത്തിനടിയിലാകുമെന്ന സൂചന നൽകുന്നുണ്ട്. ഇതിനോടകം ഏതാനും പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സംഭവിച്ചിരിക്കുന്നു. ജലനിരപ്പ് വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. ബ്രിട്ടനിലാകട്ടെ പുതുവത്സരാഘോഷത്തിന് തടസ്സമായി തന്നെയാണ് ശക്തമായ കാറ്റും മഴയും മാറിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന അതിശക്തമായ മഴയെ തുടർന്ന് മാഞ്ചസ്റ്ററിലെ പല മേഖലകൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു. ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരാണ്. പുറത്തിറങ്ങുമ്പോൾ കൊടും ശൈത്യത്തിനിടയിൽ മഴ കൂടി പെയ്തിറങ്ങുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അവർ പങ്കുവയ്ക്കുന്നത്. നിരവധി വീടുകളിൽ നിന്നും ഇതേ തുടർന്ന് ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിലും വഴിവക്കിലുമൊക്കെ തന്നെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട്. മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിക്കണ്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ജലനിരപ്പ് ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രദേശത്തെ നദികൾ പലതും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കനത്ത മഴയെ തുടർന്ന് എഡിൻബറോയിൽ ഉൾപ്പെടെ പലയിടത്തും പുതുവത്സര പരിപാടികൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. ട്രാക്കുകൾ വെള്ളത്തിലടിയിലായതിനെ തുടർന്ന് ഒട്ടനവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ഏതാനും ഹൈവേകൾ പൂട്ടിയിട്ടു. 3 ദിവസം കനത്ത മൂടൽമഞ്ഞുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ നൽകിയിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് അധികൃതർ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.